ശത്രു എത്ര വലിയവനായിക്കോട്ടെ നിന്റെ മുന്നിൽ മുട്ടുമടക്കും. ശത്രു പരിപൂർണമായി പരാജയപ്പെടും. ഈ അമല് ചെയ്തു തങ്ങളെ ശത്രു പരിപൂർണമായി പരാജയപ്പെട്ടു. ഞാനിപ്പോൾ വലിയ സന്തോഷവാനാണ്, ഇപ്പോൾ വലിയ റാഹത്തുണ്ട്. നീ ശത്രുക്കളെ കൊണ്ട് വലയുന്നവരാണെങ്കിൽ ഈ അമൽ ഒന്ന് ചെയ്തു നോക്ക്, നിനക്ക് റിസൾട്ട് ഉറപ്പാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന, കുറേ ആളുകൾ ഇതിൻ്റെ വിഷയങ്ങളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്. തങ്ങളെ ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത വിധത്തിലായി പല രീതിയിലായിട്ട് അവർ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിലായിട്ടും പരോക്ഷമായിട്ടും അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വലിയ മോചനം ലഭിക്കാൻ, ശത്രുക്കളുടെ ശത്രുതയെ തൊട്ട് ഒരു മുക്തത നേടാൻ ഞാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അതിൻ്റെ അമലുകൾ ചോദിക്കുന്നവരുണ്ട്, പരിഹാരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നവരുണ്ട്. നമ്മളൊരു നാരങ്ങയുടെ അമല് പറഞ്ഞിരുന്നു. ധാരാളം ആളുകൾ, 1,00,000 ആളുകളാണ് 2 തവണ പറഞ്ഞപ്പോഴും ആ അമലിനെ സ്വീകരിച്ചത്. വലിയ റിസൾട്ടുള്ള ഒരു അമലായിരുന്നു. അതുപോലെ തന്നെ ഒരു അമലാണ് ഈ ഒരു അമലും. ശത്രുവിൻ്റെ മുന്നിൽ മുട്ടുമടക്കും. അവനെ ഇല്ലാതെയാക്കാനോ അവനെ പരാജയപ്പെടുത്താനോ അല്ല, അവൻ്റെ ശത്രുത ഇല്ലാതിരിക്കാൻ. നമ്മളങ്ങനെ നിരന്തരമായി ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉപദ്രവിക്കുമ്പോൾ അവൻ്റെ ആ ഉപദ്രവം നിന്ന് കിട്ടണ്ടേ, അവൻ്റെ ആ ഒരു ഷെറ് നമുക്ക് നിന്ന് കിട്ടണം, നമുക്കും ജീവിക്കണ്ടേ. ഈ ദുനിയാവിൽ ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്കും ജീവിക്കണം. അതിനു വേണ്ടിയുള്ളൊരു അമലാണ്. നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ, ശത്രുത ഇല്ലാതെയാവാൻ, അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു അമല്. ഈ ശത്രുതയിൽ നിന്നാണ് സിഹർ പോലുള്ള, കൂടോത്രം പോലുള്ള ഈ മാരണങ്ങൾ ചെയ്തു വെക്കുന്നത്. ശത്രുതയിൽ നിന്നാണ്, അസൂയിൽ നിന്നാണ്, ഹസദിൽ നിന്നാണ്. ഒരാൾ ഉയരുമ്പോഴേക്കും അവനെന്ന് അടിച്ചിടണം. അവൻ്റെ ശത്രു വിചാരിക്കുകയാണ്, കാണുമ്പോൾ ചിരിക്കും, കാണുമ്പോൾ നിന്റെ ശത്രുവിനോട് ചിരിക്കും. കാണാതിരിക്കുന്ന സമയത്ത് നിന്നെ എന്തെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ കഴിയുമോ, ഇല്ലാതെയാക്കാൻ കഴിയുമോ, അതിൻ്റെ കൂടെ തന്ത്രങ്ങൾ അവൻ മെനയുകയാണ്. അതുകൊണ്ട് അത്തരം ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ, അത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വലിയ മുക്തത നേടാൻ പറ്റൊരു അമല്. കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ലേ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ശത്രുത ഇല്ലാതെയാവാൻ, ശത്രു ഇല്ലാതെയാവാനല്ല, അവനെ നമുക്കൊന്നും ചെയ്യണ്ട, അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അവൻ്റെ ശത്രുത ഇല്ലാതെയാവാൻ എപ്പോഴും നമുക്ക് നിയത്ത് വേണ്ടത് അത് തന്നെയാണ്. ഞാൻ നാരങ്ങയുടെ അമല് പറഞ്ഞപ്പോൾ ഞാൻ അതന്നെ പറഞ്ഞത്. ശത്രു ഇല്ലാതെയാവാനല്ല, അവൻ്റെ ശത്രുത ഇല്ലാതെയാവാൻ. അങ്ങനെ തന്നെയാണ് നമുക്ക് നിയത്ത് വെക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ ഒരൊറ്റ ദിവസം നിങ്ങൾ ചെയ്താൽ മതി. ഒറ്റ ദിവസം, ഒരേ ഒരു ദിവസം. നാരങ്ങയുടെ അമൽ 3 ദിവസമായിരുന്നു. ഇതൊരൊറ്റ ദിവസം ചെയ്താൽ മതി. നിങ്ങളെ വീട്ടിലുള്ള സാധനം ഇല്ലാത്തവർ കുറച്ച് വാങ്ങിയാൽ മതി. പറയട്ടെ ഞാൻ, ഇൻഷാ അല്ലാഹ് ഖബൂലാക്കട്ടെ. നമ്മൾ ഈ അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാവിധ ഇടങ്ങേറുകളും, എല്ലാ മുസീബത്തും അല്ലാഹു ഇനി തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ധാരാളം ആളുകളാണ് തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ധാരാളം ശത്രുക്കളാണ്, സിഹറിൻ്റെ ബുദ്ധിമുട്ടിലാണ്, പൈശാചികമായിട്ടുള്ള കെണി വലകളിലാണ്, തടസ്സങ്ങളിലാണ്. മകൻക്ക് വിവാഹ തടസ്സം, ജോലി തടസ്സം, അങ്ങനെ പറയുന്ന ധാരാളം പ്രശ്നങ്ങൾ ശനിയാഴ്ചയും തിങ്കളാഴ്ച നമ്മളെ സമീപിക്കുന്നവരുണ്ട്. നമ്മളെ മജ്ലിസ് കണ്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട്, തങ്ങളെ ഒന്ന് നേരിട്ട് ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ
മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. വേറെ ഒന്നും പറയുന്നില്ല, നേരെ അമലിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസമാണ് ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മഗ്‌രിബിൻ്റെ ശേഷം ചൊവ്വാഴ്ച, അതായത് ചൊവ്വ അസ്തമിച്ച് ബുധൻ രാത്രി, അങ്ങനെ തന്നെ പറയാം അല്ലേ. ചൊവ്വ സൂര്യൻ അസ്തമിച്ച് ബുധൻ രാത്രി, മഗ്‌രിബിൻ്റെ ശേഷം, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മുടെ ദിക്റുകൾ അദ്കാറുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇശാ ബാങ്ക് കൊടുക്കുകയാണ്, ഇത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇശാ നിസ്കരിച്ച് ഇത് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള തുണി എടുക്കുക, വൈറ്റ് ഷീൽ എടുക്കുക. എടുത്തിട്ട് ഒരു തിരി അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ തിരി എണ്ണയിൽ മുക്കി കത്തിക്കുകയോ ചെയ്യാം. ഒരു തിരി വെക്കുക. ഒരു തിരി വെച്ചതിന് ശേഷം, അതായത് വെള്ള തുണി വിരിച്ച് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു തിരി കത്തിച്ച് വെക്കുക. ഒറ്റ തിരി. അത് മെഴുകുതിരി പറ്റും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ശീലയുടെ തിരി എണ്ണയിൽ മുക്കി ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് കത്തിക്കാം. ഒറ്റ തിരി. എന്നിട്ട് കുറച്ച് എള്ള്, കറുത്ത എള്ള്, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, എള്ളറിയാത്തവരാരില്ലല്ലോ, കറുത്ത എള്ള് എടുക്കുക, ഒരു പിടി കറുത്ത എള്ള്. എന്നിട്ട് ഈ വെള്ള തുണിയിലേക്ക് കറുത്ത എള്ള് ഇടുക, കൈകൊണ്ടെടുത്ത് അതിലേക്ക് ഇടുക. അത് നമ്മളിരിക്കുക, വുളുവോടുകൂടി നല്ലൊരു നിയ്യത്തോടു കൂടി ഇരിക്കുക. നമ്മുടെ മുന്നിൽ വെള്ള തുണി വിരിക്കുക, അതിലേക്ക് കറുത്ത എള്ളിടുക. അതിന് നേരെ മുന്നിലായിരിക്കണം തിരി. എന്നിട്ട് ആ എള്ളിലേക്ക് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ എല്ലാ ശത്രുക്കളെയും അവൻ്റെ ശത്രുതയെ തൊട്ട് പരാജയപ്പെടുത്താൻ സൂറത്തുൽ ഫീൽ അത്യുത്തമമാണ്. റിസൾട്ട് ഉറപ്പായിട്ടുള്ളൊരു സൂറത്താണ്, മുജറബായിട്ടുള്ളൊരു അമലാണ്. സൂറത്തുൽ ഫീൽ 11 പ്രാവശ്യം ഓതുമ്പോഴൊക്കെ നമുക്ക് നീയത്ത് വേണ്ടത് എന്താണ്? എൻ്റെ മുത്തുമിനീങ്ങളെ, നമുക്ക് വേണ്ടത് എൻ്റെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, എന്നെ പല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശത്രു, അത് ആരും ആയിക്കോട്ടെ, ഒരാളെ പേരൊന്നും നിങ്ങൾ പറയണ്ട, അത് ആരും ആയിക്കോട്ടെ. ചിലപ്പോൾ നമുക്ക് അറിയാത്ത ശത്രുക്കളുണ്ടെങ്കിലോ ഒരാളെ പേരും പറയണ്ട. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ ഖദീജ എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ മുസ്തഫ എൻ്റെ ശത്രുവാണ്. ചിലപ്പോൾ ആ പാവങ്ങൾ അറിയുപോലില്ല, അവരൊന്നായിരിക്കൂല. എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരാളുണ്ട്, അവരെ പേരൊന്നും നിങ്ങൾ പറയണ്ട. അങ്ങനെ വിചാരിച്ച് സൂറത്തുൽ ഫീൽ 11 പ്രാവശ്യം മതി. ഈ കറുത്ത എള്ളിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. വെള്ള തുണിയിൽ വെച്ച ഈ കറുത്ത എള്ളിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഈ എള്ളിലേക്ക് ഓതി മന്ത്രിക്കേണ്ടത്, ചൊല്ലി മന്ത്രിക്കേണ്ടത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 26ാമത്തെ ഇസ്മ, യാ മുദില്ലു യാ അല്ലാ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിന്യത നൽകുന്നവൻ. അപ്പോഴും നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ഈ ഇസ്മിൻ്റെ പവർ കൊണ്ട്, ഈ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ശത്രു ആരുമായിക്കോട്ടെ, അവൻ ശത്രുതയെ തൊട്ട് അവനെ പരാജയപ്പെടുത്തണം. ശത്രുതയെ തൊട്ട് അവനെ പരാജയപ്പെടുത്തണം. അവൻ്റെ ശത്രുത എനിക്കിനി പാടില്ല. അവൻ ഇനി ഒരിക്കലും അവനെ തടസ്സപ്പെടുത്താൻ പാടില്ല. അവൻ എനിക്കെതിരെ ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അവനെ പരാജയപ്പെടുത്തണേ അള്ളാഹ്, അതിൽ നിന്ന് അവനെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ എന്നൊരു ആത്മാർത്ഥമായ നിയ്യത്ത് തെറ്റരുത് കേട്ടോ. നിയ്യത്ത് തെറ്റരുത്, അവനിലേക്ക് ചേർത്ത് വെക്കരുത്. അവൻ പരാജയപ്പെടുന്ന ഒരിക്കലും പറയരുത്. ഈ ഇസ്മിൻ്റെ പവർ കൊണ്ട് അവൻ്റെ ശത്രുത പരാജയപ്പെടണം. എത്ര വട്ടം ചൊല്ലേണ്ടത്? 313 പ്രാവശ്യം യാ മുദില്ലു യാ അല്ലാ. 11 പ്രാവശ്യം സൂറത്തുൽ ഫീൽ ഓതി ഇതിലേക്ക് മന്ത്രിച്ച് 313 പ്രാവശ്യം യാ മുദില്ലു യാ അല്ലാ എന്ന ഇസ്മിനെയും ചൊല്ലി ഇതിലേക്ക് മന്ത്രിക്കുക. പിന്നെ ഒരു ദിക്ർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മുകൾ ചേർത്തുള്ള ദിക്ർ പിന്നെ ചൊല്ലേണ്ടത്. ഒരു 100 പ്രാവശ്യം ഈ കറുത്ത എള്ളിലേക്ക് യാ ജബ്ബാറു യാ ഖഹാറു യാദൽ ബത്ശി ശദീദ് എന്ന ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാം.
100 പ്രാവശ്യം ചൊല്ലി ഈ എള്ളിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ഈ എള്ള് നേരെ അവിടെ നിന്ന് തന്നെ മന്ത്രിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എള്ള് കയ്യിലേക്ക് എടുത്തിട്ട് അതുപോലെ ആ തുണിയിൽ നിന്ന് കയ്യിലേക്ക് തട്ടുക. പരിപൂർണമായി ഒന്നുപോലെ നിലത്ത് വീയരുത്. അതൊക്കെ എടുത്ത് ഇതിലേക്ക് പെറുക്കി കയ്യിലേക്ക് ഇട്ട് കൈ പിടിച്ചുകൊണ്ട് നമ്മൾ തന്നെ 3 പ്രാവശ്യം ഇടത്തുനിന്ന് വലതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തല ഒഴിഞ്ഞെടുക്കുക. പിന്നെ വലതുനിന്ന് ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തല ഒഴിഞ്ഞ് കത്തുന്ന നല്ല അഗ്നിയിലേക്ക്, നല്ല തീയിലേക്ക് ഇതങ്ങോട്ട് കരിയിച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ ചാരം, ഇതിൻ്റെ വെണ്ണീര് കോരിയെടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം. അതോടുകൂടി നിന്നൊരാൾക്കും നിന്റെ രോമത്തിൽ തൊടാൻ കഴിയൂല. ഇത് ഉറപ്പാണ്. ഇത് ഞാൻ തരുന്ന, നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ശത്രുത അവരിൽ നിന്ന് ഇല്ലാതെയാകും. ഒരാൾക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. നിന്റെ മക്കളെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും നുയിഞ്ഞിടുക. ഇനി നമ്മൾ മാത്രമല്ല, വീട്ടിൽ മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും നുയിഞ്ഞിടുക. നമ്മളെ കുടുംബത്തോട് മൊത്തത്തിലാണ് അവൻ്റെ ശത്രുത, അല്ലെങ്കിൽ അവരുടെ ശത്രുത. എന്നാൽ എല്ലാവരും നുയിഞ്ഞിട്ടിട്ട് എന്ത് ചെയ്യുക? അടുപ്പിലിട്ട് കരിയിച്ച് കളയാം. ഇതിൻ്റെ ചാരം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം. സിഹറുകാരനോ കൂടോത്രക്കാരനോ ഇത്തരം ആഭിചാരങ്ങൾ ചെയ്യുന്നവനോ കാണുമ്പോൾ ചിരിച്ച് കാണാതിരിക്കുമ്പോൾ നിന്നെ മേൽ ശത്രുത വെക്കുന്നവനോ അവർക്കാർക്കും നിന്നെ തൊടാൻ കഴിയൂല. ഇത് മുജറബായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾ ചെയ്ത് എന്നോട് റിസൾട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ശനിയാഴ്ച തിങ്കളാഴ്ച ഇത്രയോ ആളുകളല്ല ഇവിടെ വരുന്നത്. അവർക്ക് കൊടുത്ത് റിസൾട്ടുള്ള മുജറബായിട്ടുള്ള അമലാണ്. ഇത് സ്വീകരിക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ധാരാളം അമലുകൾ ഓരോരോ കാര്യത്തിനായിട്ട് അമലുകൾ പറയുന്നു. ഓരോരോ ദിവസവും ആളുകൾ ഇങ്ങനെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, ഓരോരോ അമലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, പ്രതീക്ഷിച്ചിരിക്കുന്നവർ. ഇത് നിങ്ങൾക്ക്, ഈ ഒരു അമൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മജ്‌ലിസിൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള അമലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മജ്‌ലിസിനോടൊപ്പം കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തിൽ